أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خاتم الأنبياء ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദീർഘദർശന പ്രകാരം ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിൻ്റെ സമഗ്രമായ സമുദ്ധാരണത്തിനായി അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട വാഗ്ദത്ത മഹ്ദി മസീഹാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലിഹിസലാം. ആ മഹാത്മാവ് ദൈവിക കൽപ്പന പ്രകാരം ആരംഭിച്ച ഇസ്ലാമിക പുനരുജ്ജീവന പ്രക്രിയയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. വിവിധ പ്രത്യയ ശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും മേൽ ഇസ്ലാമിൻ്റെ വൈജയന്തി ഉയർത്തിയ ഹസ്രത്ത് അഹ്മദ് അലിഹിസ്ലാമിൻ്റെ വിയോഗത്തെ തുടർന്ന് വിശുദ്ധ ഖുർആൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവും അനുസരിച്ച് സ്ഥാപിതമായ ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ കീഴിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് 195 രാജ്യങ്ങളിൽ കർമ്മനിരതമാണ്. ഇപ്പോഴത്തെ ആഗോള ഖലീഫ ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് അയ്യദല്ലാഹു തആല ബിനസ്റിൽ അസീസാണ്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ CD-യിലൂടെ അവതരിപ്പിക്കുന്ന വിഷയം ഖത്മുൻ നുബുവത്തും ഈസ ബിനു മറിയമിൻ്റെ വരവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സകല പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായി വിശ്വമുഖത്ത് അവതീർണരായ പ്രവാചകനാണ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരുടെ നിയോഗം സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. സൂറത്തു നഹലിലെ 16-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണിത്. അതായത്, നിശ്ചയം നാം ഓരോ ഉമ്മത്തിലും സമുദായത്തിലും ഷൈത്താനെ വർജിക്കുക, അള്ളാഹുവിനെ വണങ്ങുക എന്ന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഈ ദൂതന്മാരെ അയക്കാനുണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് ഖുർആൻ സൂറത്തു സാഫാത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. സാഫാത്ത് അത് 37-ാമത്തെ അധ്യായം 72-73 വചനങ്ങൾ ഇപ്രകാരമാണുള്ളത്. വലഖദ് ലല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ വലഖദ് അർസൽനാ ഫീഹിം മുൻസിരീൻ. അവർക്ക് മുമ്പ് ബഹുഭൂരിപക്ഷം ആളുകളും ലലാലത്തിലാകുമ്പോൾ, വഴികേടിലാകുമ്പോൾ നാം നിശ്ചയമായും അവരിൽ താക്കീതുകാരെന്ന നിലയിൽ പ്രവാചകന്മാരെ അയച്ചിരുന്നു. അപ്പോൾ മനുഷ്യ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആത്മീയ അന്ധകാരത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ അവർക്ക് ആത്മീയ പ്രകാശം നൽകുകയും അതുമൂലം ഭൗതികവും ആത്മീയവുമായ ജീവിതം സമാധാന സമ്പൂർണ്ണമാക്കി തീർക്കുകയും ചെയ്യുന്നതിനു വേണ്ടി തൻ്റെ വരിഷ്ഠദാസന്മാരെ പ്രവാചകന്മാരായി നിയോഗിച്ചയക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സനാതനമായ ഒരു സുന്നത്ത്, ഒരു നടപടിക്രമമാണ്. ഇതിൽ ഓരോ സമുദായങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്നിരുന്ന പ്രവാചകന്മാർ, സമുദായങ്ങളിൽ ആഗതരായിരുന്ന പ്രവാചകന്മാർ കാലികവും ദേശീയവും പ്രത്യേക ഗോത്രങ്ങൾക്കും പ്രത്യേക സമുദായങ്ങളിലേക്കും പരിമിതമായ ദൗത്യങ്ങളുമായിട്ടാണ് വന്നത്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഒരു സാർവലൗകിക സാർവകാലിക ദൗത്യവുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ചത്. അതിന് കാരണം, മുമ്പ് മനുഷ്യർക്ക് പരസ്പരം ബന്ധപ്പെടുവാനും ഒരുമിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഒരു പ്ലാറ്റ്ഫോമിൽ സമ്മേളിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു പ്ലാറ്റ്ഫോമിൽ സമ്മേളിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമായപ്പോൾ സർവ്വ സമുദായങ്ങൾക്കും സർവ്വലോകർക്കും ഒരുമിച്ചുള്ള ഒരു സന്ദേശത്തിൻ്റെ അനിവാര്യതയും അവിടെ പ്രകടമായി.
അതുകൊണ്ട് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് സകല മനുഷ്യരെയും ഒരുമിച്ച് സംബോധനം ചെയ്യുന്ന ഒരു ശരീഅത്ത്, ഒരു ന്യായപ്രമാണവുമായിട്ടാണ്. ഇതിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിനെ കുറിച്ച് ഖുർആൻ എങ്ങനെയാണ് അത് സാർവലൗകികമാകുന്നത് എന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നാം ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. മൗലവി മുഹമ്മദ് ഇസ്മായിൽ സാരോട് ഞാൻ പറയുകയാണ്, അതൊന്ന് വിവരിച്ചാൽ നല്ലതായിരിക്കും. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞിട്ടുള്ളത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ആലമീൻ എന്നാണ്. അതായത് മുഴു ലോകത്തിനും കാരുണ്യമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു തആല അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാഫത്തല്ലിന്നാസ്, എല്ലാ ആളുകൾക്കും വേണ്ടി. അത് എത്ര സമുദായങ്ങളുണ്ടെങ്കിലും അവരുടെ ഒക്കെ ബാധ്യതയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പോൾ മുഴു ലോകത്തിനും വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനെ അയച്ചിരിക്കുന്നു എന്ന് അള്ളാഹു താല പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇതിന് മുമ്പേ തന്നെയും അഹ്ലെ കിതാബിനോട് അള്ളാഹു താല അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രവാചകനെ സംബന്ധിച്ച് സുവാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ സാർവലൗകികനായിരിക്കും, മുഴു ലോകത്തേക്കും വേണ്ടി വരുന്ന ആളായിരിക്കും എന്നും പല ഗ്രന്ഥങ്ങളിലും അള്ളാഹു താല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള പ്രവാചകനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരുപാട് തെളിവുകളും അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാർവലൗകിക സാർവകാലിക പ്രവാചകനാണെന്നും അദ്ദേഹം കൊണ്ടുവന്ന ന്യായപ്രമാണം ലോകാവസാനം വരെ, അതായത് ഖിയാമത്ത് വരേക്കും നിലനിൽക്കുന്നതാണെന്നും നാം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് ഖുർആൻ മറ്റ് പ്രമാണങ്ങളും എന്ത് പറയുന്നു എന്ന് മൗലവി ഹിദായത്തുല്ലാ ഖാൻ സഖാഫി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു എന്നുള്ളത് ലോകത്തിന് ചെയ്ത വലിയ അനുഗ്രഹമാണ്. അള്ളാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലയോ നബിയെ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ നാം നിന്നെ നിയോഗിച്ചിട്ടില്ല എന്ന്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ കാലത്തേക്കും എല്ലാവർക്കും വേണ്ടിയാണെന്നത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. അള്ളാഹു പറയുന്നു, ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ. നബിയെ താങ്കൾ പറയുക, അല്ലയോ ജനങ്ങളെ, തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള ദൂതനാകുന്നു ഞാൻ. അതേപോലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി. ജനങ്ങൾ മുഴുവത്തിനും വേണ്ടിയല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ നിയോഗിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും വേണ്ടിയായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം സാർവകാലികവും സാർവലൗകികവുമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഭാഗങ്ങളാണ് നാം ഇപ്പോൾ പരിശോധിച്ചത്. എനിക്കിപ്പോൾ പലതും പറയാനുണ്ട്, നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സർവ്വസത്യത്തിലും വഴി നടത്തുമെന്ന് യേശു പ്രവചിച്ചിട്ടുണ്ട്. ആ സർവ്വസത്യത്തിലും വഴി നടത്തപ്പെടുന്ന സാർവലൗകിക പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ തന്നെ മറ്റ് വേദഗ്രന്ഥങ്ങളിലും ആ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. നാം അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ലെങ്കിലും ഖുർആനികമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ പ്രവാചകന്മാരും എന്തൊരു ദൗത്യവുമാണോ ആയിട്ടാണോ ലോകത്ത് അവതീർണരായിരുന്നത്, ആ സകല ദൗത്യവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1,24,000 അമ്പിയാക്കൾ മുമ്പ് വന്നത് എന്തൊരാവശ്യത്തിനാണോ ആ ആവശ്യങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അതിനാൽ ആത്മീയമായിട്ടുള്ള അഭൗമിക ശക്തികളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സകല പ്രവാചകന്മാർക്കും നൽകപ്പെട്ട മുഴുവൻ ശക്തിയും നബി തിരുമേനിക്ക് മാത്രം നൽകപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആ ദൗത്യം നിർവഹിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ശക്തിയില്ല എന്ന് വാദിക്കാൻ നമുക്ക് വൃത്തിയില്ല. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ സകല പ്രവാചകന്മാർക്കും എന്തൊരു സ്ഥാനമാണോ ഒന്നിച്ചുള്ളത്, ആ സ്ഥാനം സർവസ്വവും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒറ്റക്കുണ്ട്. മാത്രമല്ല, കാലത്തിൻ്റെ ഗണനയിൽ നാം പരിഗണിക്കുമ്പോൾ ഓരോരുത്തരും പ്രത്യേക കാലങ്ങളിലേക്കായിരുന്നുവെന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത് ഖിയാമത്ത് വരേക്കുള്ള കാലമാണ്. അപ്പോൾ കാലികമായിട്ടുള്ള കാര്യവും എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് നിരന്തരമായി നിലനിൽക്കുന്ന സ്ഥായിയായ സത്യങ്ങളെ
പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു ന്യായപ്രമാണവും കൊണ്ടുവന്ന പ്രവാചകനുമായതിനാൽ നബി തിരുമേനിയുടെ സംബോധിത സമുദായം മറ്റ് പ്രവാചകന്മാരുടെ മുഴുവൻ സംബോധിത സമുദായത്തേക്കാൾ ബഹുലമായിട്ടുള്ളത് ആയതിനാൽ എല്ലാ തരത്തിലും മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠനായിട്ട് വരുന്നു. ഇനി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ന്യായപ്രമാണവും ഈ വിധത്തിൽ ഒരു സാർവലൗകികവും സാർവകാലികവുമാണോ എന്ന കാര്യം നാം പരിശോധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് മൗലവി ഇസ്മായിൽ സാഹിബ് ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. പ്രവാചകന്മാരുടെ ആവിർഭാവം അത് ആദ്യകാലം മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ കാലത്തിനും എന്തെന്തൊക്കെ ആവശ്യമായിരുന്നുവോ അതനുസരിച്ച് അല്ലാഹു തആല കുറേശ്ശെ കൽപ്പനകളാണ് നൽകിയിരുന്നത്. അതായത് മനുഷ്യൻ്റെ ബുദ്ധി വികാസത്തിനനുസരിച്ച് അവൻ എന്തെന്തൊക്കെ ആവശ്യമുണ്ടോ അതാണ് അള്ളാഹു അവരോട് കൽപ്പിച്ചിരുന്നത്. ഇപ്പം ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് ആദ്യം അവർക്ക് നൽകിയ കൽപ്പന. തുടർന്ന് ഇങ്ങോട്ട് ഓരോ പ്രവാചകന്മാർ വരുമ്പോൾ അവരുടെ ബുദ്ധി വികസിക്കുന്നു, അവരുടെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഓരോന്നും ഇങ്ങനെ മാറി വരുന്നതനുസരിച്ചിട്ട് അവർക്ക് ചേർന്ന രീതിയിലുള്ള കൽപ്പനകൾ അല്ലാഹു തആല നൽകിക്കൊണ്ടിരുന്നു. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി അത് തിളക്കമാർന്ന നിലയിൽ വരാൻ തുടങ്ങുന്ന ഒരു കാലമായിരുന്നു നമുക്ക് കാണാം. അതുപോലെ തന്നെ ലോകം ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു രാജ്യം മറ്റൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്രവർത്തനപരമായ ആ രീതിയിൽ ബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയുമായിരുന്നു നമുക്ക് കാണാം. കാരണം ആ കാലഘട്ടങ്ങളിലാണല്ലോ കച്ചവട സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ഓരോ രാജ്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ മുമ്പേ ഉണ്ടായിരുന്ന കാലികം, പ്രാദേശികം, ആ അവസ്ഥ മാറ്റിക്കൊണ്ട് ഇപ്പം എൻ്റെ ജനം, എൻ്റെ സൃഷ്ടി ഈ ലോകത്ത് മുഴുവനും ഒന്നാകാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചത്. അപ്പോൾ ഒന്നാകാൻ പോവുകയാണ്. ഇനി മുമ്പേ ഉണ്ടായിരുന്ന ഈ പ്രക്രിയ, അതായത് ഓരോ ദേശത്തും ഓരോ കാലത്തും, കാരണം ഇതൊന്നും ബന്ധമൊന്നുമില്ലല്ലോ, അടുത്തുള്ള ആളുകൾക്ക് പോലും അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല മുഴു ലോകങ്ങൾക്കും വേണ്ടി പ്രവാചകനായി അയച്ചു. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ കുദ്റത്ത്, അള്ളാഹുവിൻ്റെ ശക്തിപ്രഭാവം കാണിക്കുന്നതിന് വേണ്ടി. ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചു, ആ മനുഷ്യനെ ഞാൻ ബുദ്ധി നൽകി, ആ ബുദ്ധി വികസിപ്പിച്ച് ഞാനിപ്പോൾ ഖാത്തമുൻ നബീനെ സൃഷ്ടിക്കേണ്ടുന്ന ഒരവസ്ഥ വരെ എത്തിച്ചിരിക്കുന്നു. ഇനി ആ പ്രവാചകനാണ് വരേണ്ടത്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ആ സംഗതി നൽകി. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യായപ്രമാണവും നൽകി. ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതലുള്ള കൽപ്പനകൾ മനുഷ്യന് ചിലതൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ വസ്ത്രം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ഇന്നും വേണം, ഭക്ഷണം എന്ന് പറയുന്നത് അന്നുണ്ട് ഇന്ന് വേണം, വീടെന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ഇന്നും വേണം. അങ്ങനെ മുമ്പുണ്ടായി